എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ASMന്റെ ഒന്നാം ഘട്ടമൊക്കെ കഴിഞ്ഞു അല്ലേ? നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ടം 9-ാം തീയതി എക്സാം നടക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ കയറിയിട്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ നിങ്ങളത് തീർച്ചയായിട്ടും സഹായിക്കും. മുഴുവൻ പ്രീവിയസ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്, മുഴുവൻ മലയാള ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്, SCERT പുതിയ SCERT ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ എല്ലാ പ്രീവിയസ് മാത്രം കേട്ടോ. അതുപോലെ തന്നെയാണ് ഇഫ് ക്ലോസ്, ആർട്ടിക്കിള്, സിനോണിംസ്, ആന്റോണിംസ് എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഇന്ന് ന്യൂ SCERT ബയോളജിയിലെ ഒന്നാമത്തെ ലെസൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ലെസൺ 9-ാം ക്ലാസ്സിലെ പുതിയ SCERT രണ്ടാമത്തെ ലെസൺ ദഹനവും പോഷക സംവഹനവും എന്ന ലെസൺ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ഒന്നാമത്തെ ലെസൺ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് കേട്ടോ. അതേപോലെ 9-ാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ലെസൺ അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. എന്താണ്, നമ്മൾക്കിനി ഇപ്പോൾ 9-ാം തീയതിയോട് കൂടിയിട്ട് നമ്മുടെ എക്സാം കഴിഞ്ഞു അല്ലേ? നിങ്ങളെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം കഴിഞ്ഞു. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ബോർഡ് LGS അല്ലെ? എല്ലാവർക്കും ഡിഗ്രിക്കാർക്ക് അടക്കം എഴുതുന്ന കമ്പനി ബോർഡ് LGS. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കണ്ട. കാത്തു നിന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ടവൻ കൊണ്ടുപോകും. കേൾക്കുന്നുണ്ടോ? അപ്പൊ കമ്പനി ബോർഡ് LGSന് നിങ്ങൾക്ക് 100%, ഞാൻ എങ്ങനെയാണ് ഉറപ്പ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ പെർഫെക്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരട്ടെ എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അതായത് വൺ വേർഡ് ആയിട്ട് തന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻ തരും, അതിന്റെ ആൻസർ എന്ത് ചെയ്യില്ല, ഞാൻ അവിടെ കൊടുക്കില്ല. എന്നിട്ട് ലാസ്റ്റത്തെ സ്ലൈഡിൽ എന്ത് ചെയ്യും, ആൻസർ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും, അതിന്റെ ആൻസർ നിങ്ങൾക്ക്, അതായത് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കും. ഒരു ദിവസം തന്നെ ഇപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് ഡെയിലി ഇടും. ഈ 50 ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സിലബസ് നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരും. എന്നിട്ട് ഇപ്പൊ സിലബസ് നമുക്കറിയാം, കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ കേരള ജോഗ്രഫിയും വരുന്നുണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയും വരുന്നുണ്ട് അല്ലേ? അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കലാസാഹിത്യ മേഖലയിൽ വരുന്ന കറണ്ട് അഫെയർ മേഖലകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കേരള ഹിസ്റ്ററി ആണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തിട്ടുള്ളത് എങ്കിൽ ഫസ്റ്റ് അങ്ങനെയായിരിക്കും കേട്ടോ. അല്ലാണ്ട് മിക്സഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് തരില്ല. നോക്കാം അപ്പോഴത്തെ എന്താണ് സാഹചര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചിട്ടേ ക്ലാസ്സുകൾ എടുക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നും ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. കേൾക്കണ്ട, ഫുള്ളായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും വിടില്ല. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അതെങ്ങനെ തരും, ഒരു ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ഇപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ തരും. അപ്പൊ നിങ്ങൾ അത് അവിടെ ഫില്ല് ചെയ്ത് നോക്കണം. ആൻസർ ഉണ്ടാവില്ല. കേൾക്കണ്ടോ? ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചതൊക്കെ അവിടെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പോവുക. ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കും. SCERT കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നും ഓൾഡ് SCERTയും ന്യൂ SCERTയിലും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത് ക്വസ്റ്റ്യൻ മോഡലിൽ തരും. ഓക്കെ, അതേപോലെ നമുക്ക് ഗൈഡിലുള്ള കാര്യങ്ങളും തരും. കേൾക്കുന്നുണ്ട്? ഗൈഡിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തേക്കൊന്നും എത്തിക്കില്ല കേട്ടോ. നോർമലായിട്ട് ഒരു മീഡിയം ലെവലിൽ. കേൾക്കുന്നുണ്ടോ? ഒരു 10-ാം ക്ലാസ് നിലവാരത്തിലും ഒരു HS നിലവാരത്തിലും. അതൊക്കെ കാരണം ബെവ്കോ LDയും VFA ഒക്കെ വരുന്നതല്ലേ. അപ്പൊ അതിനൊക്കെ ഉപകാരമാകുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഇതേപോലെ GK തരട്ടെ. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി അറിയിക്കുക കേട്ടോ. പഴയ SCERT ഉണ്ടാവും, പുതിയ SCERT ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഗൈഡിൽ നിന്നുള്ള വെരി ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അത്രമാത്രം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്കുകൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരും. കേരള ഹിസ്റ്ററി തരും, കേരള ജോഗ്രഫിയിൽ നിന്ന് തരും, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തരും, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് തരും, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തരും. അങ്ങനെ തരട്ടെ എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ ക്ലാസ് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. വൈകിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി വൈകിക്കാൻ പറ്റില്ല, കാരണം ഒരു ഡെയിലി ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ കേട്ടോ.
ചെയ്യണം. അതേപോലെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരും. ഇത് പുതിയ SSCRTയിലെ ചോദ്യമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ തരും കേട്ടോ. അതൊന്നും പേടിക്കണ്ട. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് 5 മിനിറ്റ് ടൈം എടുത്തെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരമാവുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കാരണം നിങ്ങളിപ്പോൾ VFA ബെവ്കോ LDM എന്ന് പറയുമ്പോൾ ഇപ്പൊ GK വിഭാഗത്തിൽ നിന്ന് ഉറപ്പിച്ചു, ഞാൻ ഇവിടെ ക്ലാസ്സുകൾ തരും. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അല്ലേ? ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അത് നമ്മുടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, എല്ലാം അവിടെ നമ്മുടെ സെറ്റാണ്. ക്ലാസ്സുകളെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ മാർക്ക് ഉറപ്പിക്കാം. അതേപോലെ കമ്പനി കോർപ്പറേഷൻ നമുക്കറിയാം ഇംഗ്ലീഷും മലയാളവും ഇല്ല. പക്ഷേ GK വിഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും GK വിഭാഗം പൂർണ്ണമായിട്ട് കമ്പനി LGSന് വേണ്ടിയിട്ടും അതേപോലെ VFA ബെവ്കോ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ, ആ ഒരു എങ്ങനെയാണ് PSCയുടെ നിലവാരം ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് തരിക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് രണ്ടാമത്തെ ലെസൺ, ദഹനവും പോഷക സംവഹനവും. ഓക്കെ, ചിലപ്പോൾ ചിലർ പറയും എന്താ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ പറയാതിരുന്നത് എങ്ങനെയാണ് അറിയുക അല്ലേ? നമ്മളിപ്പോൾ എടുത്തു, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ദഹനവും പോഷക സംവഹനവും ലെസൺ എടുക്കുന്ന പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്താലാണ് എനിക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ദഹനവും പോഷക സംവഹനവും. ദഹന വ്യവസ്ഥ, ദഹനം, പോഷകാകിരണം, വില്ലസിന്റെ ഘടന, ഹൃദയത്തിന്റെ ഘടന, ഹൃദയാരോഗ്യം, സസ്യങ്ങളിലെ സംവഹനം, ഇതൊക്കെയാണ് ഈ ലെസണിൽ വരുന്നത്. അപ്പൊ അതിൽ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്തെടുത്തിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയ ചിത്രം ശ്രദ്ധിച്ചുവല്ലോ അല്ലെ? നമുക്കറിയാം ഇപ്പോൾ മെനു ഒക്കെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ? ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും എഗ് വെജിറ്റബിൾ ബിരിയാണിയും എഗ് ബിരിയാണിയും അങ്ങനെ പോഷക ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെനു തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് അല്ലെ? ജയിലിൽ മാത്രം കൊടുത്താൽ മതിയോ? പോരാ, കുട്ടികൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെങ്കിലും ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ എന്തൊക്കെ വേണം? നോട്ട് ചെയ്യണം. നാരുകൾ വേണം. നാരുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, നമ്മളിപ്പോ ഈ വാഴയുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഉണ്ണിത്തണ്ട് ഇല്ലേ, ചിലരുടെ ഓരോ ഭാഗങ്ങൾ ഓരോന്ന് പറയും അല്ലേ? അതിലൊക്കെ എന്താണ്, പിന്നെ അതിന്റെ ആ മാണി ഇല്ലേ, ആ തലപ്പിൽ നിൽക്കുന്നില്ലേ, അതൊക്കെ എന്താണ്, നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ്. അപ്പം വീട്ടിലൊക്കെ എന്തെങ്കിലും ധാരാളമായിട്ട് കഴിക്കണം കേട്ടോ. അതുപോലെ ജലം എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റ് ഇല്ലേ, കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം റൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രോട്ടീൻ നമുക്കറിയാം, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റമിൻ എന്നീ പോഷകഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. എല്ലാ ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ കാർബോഹൈഡ്രേറ്റ് മാത്രമാണോ ആകാൻ പാടില്ല അല്ലെ? അതിൽ നിശ്ചിത അനുപാതത്തിൽ എന്ത് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. നിശ്ചിത അനുപാതത്തിൽ എല്ലാം ഓവറാകാൻ പാടില്ല, ഒരു അനുപാതമുണ്ട്. ഓക്കെ, എല്ലാം എന്താണ്, അധികമായാൽ അമൃതും വിഷമാണ് അല്ലെ? അതേപോലെയാണ് പ്രോട്ടീൻ ആവശ്യത്തിന് വേണം, കൊഴുപ്പ് വേണം, ധാതുക്കൾ വേണം, വൈറ്റമിൻ വേണം അല്ലെ? എന്നീ പോഷകഘടകങ്ങളൊക്കെ നിശ്ചിത അനുപാതത്തിൽ അടങ്ങിയിരിക്കണം. ഇനി ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒരു ഫുഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ എന്താണ് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് അല്ലേ? എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കുക്ക് ചെയ്തിട്ട് കഴിക്കണം അല്ലേ? പിന്നെ അതേപോലെ തന്നെ എന്തായിരിക്കണം, ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അല്ലേ? അതൊക്കെ ആവുമ്പോഴാണ് അവിടെ ഒരു സമീകൃത ആഹാരമായിട്ട് മാറുക. വളർച്ചാ ഘട്ടത്തിലുള്ളവർ സമീകൃത ആഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങളും പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകളും ധാതുക്കൾ, മറ്റു പോഷക ഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് എന്താണ്, ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം എന്തായിരിക്കണം, പഴങ്ങളായിരിക്കണം, പിന്നെ പച്ചക്കറികളായിരിക്കണം, 1/4 ഭാഗം ധാന്യങ്ങളായിരിക്കണം, 1/4 ഭാഗം പ്രോട്ടീൻ ആയിരിക്കണം, തുടങ്ങിയ ഭക്ഷണങ്ങളും പിന്നെ അതേപോലെ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളെ കൊടുക്കും. മാക്സിമം കഴിക്കാതിരിക്കണം കേട്ടോ. മാക്സിമം കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ പൊണ്ണത്തടി, അത് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസ് എന്തായാലും വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്തരം ഭക്ഷണങ്ങളിൽ കലോറി കൂടുതലും പോഷക മൂല്യം എന്താണ്, കുറവുമാണ്. ഇപ്പൊ പിസയും ബർഗറും ഒക്കെ കാണുമ്പോൾ അതിന്റെ മണമൊക്കെ അങ്ങനെ അടിച്ചിട്ടില്ലേ, അടിക്കുമ്പോ അങ്ങനെ ഇന്ന് കഴിക്കാം അല്ലെ, ഒന്ന് കഴിക്കാം, ഒന്നും വരുമൊന്നുമില്ല, നാളെ മൊത്തം ഞാൻ കഴിക്കില്ല, പിന്നെ വീണ്ടും ഒരാഴ്ച കഴിയും, കഴിഞ്ഞ ആഴ്ച കഴിച്ചില്ലേ, ഞാൻ 6 ദിവസം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല, കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അത് പരമാവധി എന്ത് ചെയ്യണം, പരമാവധി അല്ല, മുഴുവനായിട്ട് നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ കേട്ടോ. ഈ പോഷകക്കുറവിന് കാരണമാകുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രഭാത
ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ് അല്ലേ. സ്കൂളിലേക്ക് പോകണം, കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. ഭക്ഷണം കഴിക്കാതെ നമ്മളൊക്കെ ഓടിയ ആൾക്കാരാണ്. ഇത് ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിന് ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ശരിയായ ഭക്ഷണ രീതി കുട്ടികളിൽ ശീലമാക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ ഫുഡ് പ്ലേറ്റിനെ കുറിച്ചിട്ടൊരു അനാലിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വലിയ കാര്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിത രീതിയിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികളുടെ ഭക്ഷണശീലങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ അപ്പൊ ഇതിൽ ഇവിടെ പ്രത്യേകിച്ച് വായിക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് നോക്കണം കേട്ടോ. ഈ പോഷണം ഇത് ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പോഷണം പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജീവികൾ പോഷകങ്ങൾക്കായി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോഷണമാണ് കേട്ടോ. പോഷണമാണ്. ജീവികൾ പോഷകങ്ങൾക്കായിട്ട് അല്ലെ, അവർക്ക് അവര് ഭക്ഷണം കഴിക്കണം അല്ലെ. എന്തിനാണ്? പോഷകങ്ങൾക്കായിട്ടാണ് അല്ലെ. ആ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കും, എന്നിട്ട് പ്രയോജനപ്പെടുത്തും. ആ ചെയ്യുന്ന പ്രക്രിയ എന്ത് പറയുന്നു? പോഷണം എന്ന് പറയുന്നു. ഇതാ ഇവിടെ നിന്ന് നോക്കണേ. ഞാൻ പറയുന്ന പോയിന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നിങ്ങളെ ഓരോരോ പുതിയ SSCRT ആണെങ്കിലും അതിൽ നിന്നൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയോ. ഇപ്പോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളൂ കേട്ടോ. ലഘുഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകും തോറും പോഷണ പ്രക്രിയയും സങ്കീർണമാകുന്നു. അപ്പൊ അമീബ, ഏകകോശ ജീവിയായ അമീബ, അതുപോലെ ബഹുകോശ ജീവിയായ ഹൈഡ്ര പോഷണ പ്രക്രിയകൾ താഴെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകകോശ ജീവിക്ക് ഉദാഹരണം ഏത് എന്നായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ തരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അവിടെ ആൻസർ അറിയില്ല അല്ലേ. പക്ഷെ നമ്മൾ ആ വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അയാൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല, ഞാൻ തന്നിട്ടുണ്ടാകും. അപ്പൊ ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് ഏത്? അമീബ തരും. അതേപോലെ ബഹുകോശ ജീവിക്ക് ഉദാഹരണം ഏത്? ഹൈഡ്ര. കേൾക്കണ്ടോ? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് തന്നിട്ടായിരിക്കും നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. ഏകകോശ ജീവിയാണ് ഏത്? അമീബ. പഠിച്ചു വെക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് അമീബ എങ്കിൽ ബഹുകോശ ജീവിക്ക് ഉദാഹരണമാണ് ഏത്? ഹൈഡ്ര എന്ന് പറയുന്നത്. ഇവിടെ അമീബ തന്നിട്ടുണ്ട്. ഈ ആൾക്കാരാണ് അമീബ അല്ലെ. അതുപോലെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഹൈഡ്രയും തന്നിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ഒരു ആഹാരം സ്വീകരിക്കുന്നത് കേട്ടോ. അവരിലുള്ള എങ്ങനെയാണ് പോഷണം എന്ന് പറയുന്നത് എന്താണ്? പോഷകങ്ങൾക്കായിട്ട് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരങ്ങൾ സ്വീകരിക്കുന്ന പ്രക്രിയയും അതായത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇത് പോഷണം എന്ന് പറഞ്ഞു. അപ്പൊ അമീബയിൽ എങ്ങനെയാണ് പോഷണം നടത്തുന്നത്? അമീബ ആഹാര വസ്തുവിനടുത്ത് അല്ലെ, ഒരു ആഹാരം, ഇതിപ്പോ ഒരു ആഹാരമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടെ അമീബ നിൽക്കുന്നുണ്ട് അല്ലെ. അമീബ എന്ത് ചെയ്യും? അതിന്റെ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ ലെസണിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഈ അടുത്ത് നടന്ന എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ലെസണിൽ നിന്ന് വന്നിട്ടുണ്ട്. കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആഹാരത്തെ കോശത്തിനുള്ളിൽ ആക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ്. നാളെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അമീബ ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നത് എന്തുപയോഗിച്ചിട്ട് എന്ന് ചോദിക്കാം. കപടപാദം ഉപയോഗിച്ചിട്ടാണ്. അമീബ കപടപാദം മറക്കരുത്. അമീബ കപടപാദം ഉപയോഗിച്ചിട്ട് ആഹാരത്തെ എന്ത് ചെയ്യുന്നു? കോശത്തിനുള്ളിൽ ആക്കുന്നു. പഠിച്ചു വെക്കണം കേട്ടോ. ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിൽ അല്ലെ. ആഹാരം എവിടെ എത്തും? ഫുഡ് വാക്യൂളിനുള്ളിൽ എത്തുന്നു. ഓക്കെ. എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. അപ്പോ അവിടെ ചോദ്യമാണ്, അമീബയിലെ ആഹാരത്തെ ദഹിപ്പിക്കുന്നത് എന്ത്? എൻസൈമുകളാണ് കേട്ടോ. എൻസൈമുകളാണ് അമീബയിലുള്ള എന്ത് ചെയ്യുന്നത്? ആഹാരത്തെ ദഹിപ്പിക്കുന്നത്. അവശിഷ്ടങ്ങൾ കോശ ഉപരിതലത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. എങ്ങനെയാണ്? ആഹാരത്തെ എന്താണ്, നമ്മളിപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു, അതിന്റെ അവരെ പോഷകഘടകങ്ങളൊക്കെ ആഗിരണം ചെയ്തു, പിന്നെ വേസ്റ്റ് ഉണ്ടാവും അല്ലെ. എങ്ങനെയാണ് പുറന്തള്ളുന്നത്? കോശ ഉപരിതലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നത്. ആര്? അമീബ. അമീബയെ കുറിച്ച് പഠിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് അമീബ. അപ്പൊ നാളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതി എങ്ങനെയായിരിക്കും? ചിലപ്പോൾ അമീബ എന്ന് ക്വസ്റ്റ്യൻ തരും. അപ്പൊ അമീബയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അമീബ എന്ന് ഹെഡിങ് തരും. എന്നിട്ട് എന്ത് ചെയ്യും? ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ്. ഓക്കെ. അതേപോലെ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കോശത്തിനുള്ളിലാക്കുന്നത്. അതേപോലെ ആഹാരം എന്ന് പറയുന്നത് ഫുഡ് വാക്യൂളിനുള്ളിൽ ആയിരിക്കും. ഫുഡ് വാക്യൂളിനുള്ളിലാണ്. ഇവിടെ പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ആഹാരത്തെ ദഹിപ്പിക്കുന്നത് എൻസൈമുകൾ ഉപയോഗിച്ചിട്ടാണ്. അവശിഷ്ടങ്ങൾ കോശ ഉപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? എടുത്തെടുത്ത് പോയിന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇനി ഹൈഡ്ര. ഇനി നമുക്ക് നോക്കാം. ഹൈഡ്ര എങ്ങനെയാണ്? ടെന്റിക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലോ ആക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു.
ചെയ്യുന്നു. അപ്പൊ ഭക്ഷണത്തിനെ അറയ്ക്കുള്ളിൽ വായ്ക്കുള്ളിൽ അല്ലെങ്കിൽ ശരീര അറയ്ക്കുള്ളിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്? ടെന്റിക്കിളുകളുടെ സഹായത്തിലാണ്. ടെന്റക്കിൾ ഒക്കെയാണോ? ടെന്റക്കിൾ ഒക്കെയാണോ? അപ്പോ അമീബ എന്താ പറഞ്ഞേ? കപടപാദം അല്ലെ? അമീബ കപടപാദം ആണെങ്കിൽ ഹൈഡ്ര ടെന്റക്കിളുകളുടെ സഹായത്താലാണ്. ഒക്കെയാണോ? ഇനി ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നതോ? എങ്ങനെയാണ്? എൻസൈമുകൾ ഉപയോഗിച്ച് തന്നെയാണ് അല്ലെ? എൻസൈമുകൾ ഉപയോഗിച്ച് തന്നെയാണ്. എങ്ങനെയാണ് എൻസൈം ലഭിക്കുന്നത്? ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ അല്ലെ? ഹൈഡ്രയുടെ ഉള്ളിലുള്ള ഹൈഡ്രന്റെ ശരീര അറയുടെ ഉൾഭിത്തിയിൽ എന്തുണ്ടാവും? കോശങ്ങൾ ഉണ്ട് അല്ലെ? ആ കോശങ്ങൾ എന്ത് ചെയ്യും? എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കും. ആ എൻസൈമുകളുടെ പ്രവർത്തനത്തിലാണ് ശരീര അറയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദഹനം ആരംഭിക്കുന്നത് കേട്ടോ. ദഹനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ശരീര അറയിൽ വെച്ചിട്ടാണ് കേട്ടോ. ശരീര അറയിലാണ്. ശരീര അറയിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത്. ഓക്കെയാണോ? ദഹനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ശരീര അറകളിൽ വെച്ചിട്ടാണ്. ശരീര അറകളിൽ വെച്ചിട്ടാണ്. പഠിക്കണം. കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു അല്ലെ? അങ്ങനെ അവശിഷ്ടങ്ങൾ ഏതിലൂടെ പുറന്തള്ളുന്നു? വായയിലൂടെ പുറന്തള്ളുന്നു. വായ അല്ലെ? ഇവിടെ എന്താ പറഞ്ഞ? കോശ ഉപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് അമീബ കപടപാദം ഉപയോഗിച്ചിട്ട് ആഹാരത്തെ ഉള്ളിലേക്കാക്കുന്നു. ഹൈഡ്ര ടെന്റക്കിളുകളുടെ സഹായത്താൽ ഉള്ളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അതവിടെ പഠിച്ചല്ലോ. ഇനി ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓക്കെയാണോ? എങ്ങനെയാണ് ദഹനം ആരംഭിക്കുന്നത്? ഹൈഡ്രയിൽ എവിടെ വെച്ചിട്ടാണ്? ശരീര അറയിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ അവശിഷ്ടങ്ങൾ കോശ ഉപരിതലത്തിലൂടെ പുറന്തള്ളുന്നു അല്ലെ? ഇവിടെ ഉപരിതലത്തിലൂടെ പുറന്തള്ളുമ്പോൾ ഹൈഡ്ര വായയിലൂടെയാണ് പുറന്തള്ളുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ശരീരഘടന തന്നിട്ടുണ്ട്. അമീബ ഏകകോശ ജീവിയാണ്. ഹൈഡ്ര എന്താണ്? ബഹുകോശ ജീവിയാണ് അല്ലെ? എന്താണ്? ബഹുകോശ ജീവിയാണ്. ഏകകോശ ജീവിയാണ് അമീബ. ഹൈഡ്ര ബഹുകോശ ജീവിയാണ്. ആഹാര സ്വീകരണ ഉപാധി എങ്ങനെയാണ്? അമീബ കപടപാദം ഉപയോഗിച്ചിട്ടാണ്. ഹൈഡ്ര ടെന്റക്കിളുകളുടെ സഹായത്താലാണ്. പഠിച്ചോളണം. ദഹനം നടക്കുന്ന ഭാഗം കോശത്തിന് അകത്ത് വെച്ചിട്ടാണ്. കോശത്തിന് അകത്ത് വെച്ചിട്ട് ദഹനം നടക്കുന്നു. ഇവിടെയോ ശരീര അറയിൽ വെച്ചിട്ടാണ്. ശരീര അറയിൽ വെച്ചിട്ടാണ് ഹൈഡ്രയില് ദഹനം നടക്കുന്നത്. ദഹനാവശിഷ്ടങ്ങളുടെ പുറന്തള്ളൽ എങ്ങനെയാണ്? കോശ ഉപരിതലത്തിലൂടെയാണ്. കോശ ഉപരിതലത്തിലൂടെയാണ് ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളൽ. ഇവിടെ എവിടെയാണ്? വായയിലൂടെയാണ് പുറന്തള്ളുന്നത്. ഓക്കെയാണോ? അമീബയൊക്കെ നടക്കുന്നത് കോശത്തിന് വെച്ചിട്ടാണ്. ഇവിടെ ശരീര അറയിലും വായയിലും. ഈ ഒരു ബോക്സ് നമ്മൾ അവിടെ വായിച്ചത് മുഴുവൻ ഇതിലുണ്ട് കേട്ടോ. ഈ ബോക്സ് നന്നായിട്ട് പഠിക്കണം. ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് അമീബ. ബഹുകോശ ജീവിക്ക് ഉദാഹരണമാണ് ഹൈഡ്ര. ആഹാര സ്വീകരണോപാധി കപടപാദം. ഹൈഡ്ര ടെന്റിക്കിൾ ആണ്. ദഹനം നടക്കുന്നത് അമീബയിൽ കോശത്തിനകത്ത് വെച്ചിട്ടാണ്. ഹൈഡ്രയിൽ ശരീര അറയിൽ വെച്ചിട്ടാണ്. ദഹനാവശിഷ്ടങ്ങളുടെ പുറന്തള്ളല് കോശ ഉപരിതലത്തിലൂടെയാണ്. അമീബ. ഹൈഡ്രയാണെങ്കിൽ വായയിലൂടെയാണ്. ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിലേക്ക് എത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിന് പുറമെ കോശ ബാഹ്യ ദഹനം കൂടി നടക്കുന്നതായി മനസ്സിലായോ? ഇവിടെ കോശാന്തരിക ദഹനം ആണ് എന്ത് ചെയ്യുന്നത്? ഏതിൽ നടക്കുന്നത്? അമീബയില് അല്ലെ? അമീബയിൽ എന്താണ്? കോശ ആന്തരികം അല്ലെ? ഉള്ളില് അല്ലെ? കോശാന്തരിക ദഹനം നടക്കുന്നുണ്ട്. പക്ഷെ ഹൈഡ്രയിൽ എത്തുമ്പോൾ എന്താണ്? കോശ ബാഹ്യ ദഹനം നടക്കുന്നത്. ചിലപ്പോൾ നാളെ ചോദ്യം വരാം, കോശ ബാഹ്യ ദഹനം നടക്കുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രയിലാണ്. ആന്തരികം പുറത്താണ് ഹൈഡ്ര. അമീബ ഉള്ളിലാണ്. ആന്തരികം എന്ന് പറയുമ്പോൾ ഉള്ളിലല്ലേ? അമീബയില് ആന്തരികം. അമീബ ആ എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അമീബ എന്ന അക്ഷരം ആ വെച്ചിട്ടല്ലേ? അവിടെ എന്താണ്? ആന്തരിക ദഹനമാണ്. ഹൈഡ്ര എന്ന് പറയുമ്പോൾ ബാഹ്യ ദഹനമാണ്. ബഹുകോശ ജീവികളിൽ പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദഹന വ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി വൈവിധ്യങ്ങളും സങ്കീർണതയിലും ഉൾപ്പെട്ടിരിക്കുന്നു.
വൈവിധ്യം ഒക്കെ നോക്കാം. ഇനി ദഹനം നോക്കാം, ഡൈജഷൻ നോക്കൂ. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇപ്പൊ നമ്മള് ഉദാഹരണം നമ്മൾ കുറേ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ വലിയൊരു പീസ് ചിക്കൻ ഫ്രൈ ചെയ്തു അല്ലേ. ഒരു ഫ്രൈ ചെയ്ത സമയം ഞാൻ നേരത്തെ കഴിക്കേണ്ട പറയുന്നത് ആ ആളാണ് ഇപ്പൊ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ കാര്യം പറയുന്നത്. അപ്പൊ ഇത് ദഹനം അല്ലേ. നമ്മൾ അതിനൊരു വലിയൊരു പീസ് എടുത്തങ്ങോട്ട് കടിക്കും, അത് അങ്ങനെ അങ്ങോട്ട് ഇട്ടോ അത് അങ്ങനെ അങ്ങോട്ട് ദഹിക്കോ ഇല്ല അല്ലേ. എങ്ങനെയാണ്? ആ സങ്കീർണമാണ് അല്ലെ, വലിയൊരു പീസാണ് അല്ലെ. ആ ആഹാര ഘടകങ്ങളെ എന്ത് ചെയ്യും? ആഗിരണത്തിന് വേണ്ടിയിട്ട് അതിനെ ലഘു ചെറിയ ചെറിയ അല്ലെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം എന്ന്. എങ്കിലേ ദഹനം പൂർത്തിയാകുള്ളൂ അല്ലെ. അതാണ് നമ്മൾ പറയുന്നത് ആഹാരം കഴിക്കുമ്പോൾ നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് എന്താണ്? ദഹനം പെട്ടെന്ന് പൂർത്തിയാകാനാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ ചെറിയ ചെറിയ പീസാക്കി നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹനം നടക്കും. ഇനിയിപ്പോ വലിയ പീസിനെ അങ്ങോട്ട് ഒരൊറ്റ അങ്ങോട്ട് വിഴുങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഈ ശരീരത്തിന് പിന്നെ എന്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്? അതിനെ ചെറിയ ചെറിയ പീസാക്കണം, എന്നിട്ട് മെല്ലെയാണ് ദഹനം നടക്കുള്ളൂ അല്ലെ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി യാന്ത്രിക ദഹനം, മെക്കാനിക്കൽ ഡൈജഷൻ ഉണ്ട്, രാസിക ദഹനം ഉണ്ട്. എന്താണ് യാന്ത്രിക ദഹനം? ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരിക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയുമാണ് യാന്ത്രിക ദഹനം സാധ്യമാകുന്നത്. യാന്ത്രിക ദഹനം എന്ന് പറയുമ്പോൾ ഒരു യന്ത്രം പ്രവർത്തിക്കുകയാണ് അല്ലെ. അങ്ങനെ തന്നെ കണക്കാക്കാം അല്ലെ. ആഹാരത്തെ ചെറുകണികളാക്കി മാറ്റുകയാണ് അല്ലെ. എങ്ങനെയാണ്? പല്ല് ഒരു യന്ത്രമായിട്ട് കണക്കാക്കുക. അതിന് ആഹാരത്തെ ചവയ്ക്കുകയാണ് അല്ലെ. അതൊരു യന്ത്രം പോലെ അങ്ങോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എന്ന് ചവച്ചരിക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? യാന്ത്രിക ദഹനം. അപ്പോൾ അവിടെ നമ്മുടെ ആമാശയം എന്ന് പറയുന്ന ഒരു യന്ത്രവും ചെറുകുടൽ എന്ന് പറയുന്ന യന്ത്രവും നമ്മുടെ പേശികളുടെയൊക്കെ എന്താണ് അവിടെയൊക്കെ ആ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുകയാണ് അല്ലേ. അതിലൂടെയൊക്കെയാണ് യാന്ത്രിക ദഹനം സാധ്യമാകുന്നത്. എങ്കിൽ രാസിക ദഹനമോ? കെമിക്കൽ ഡൈജഷൻ ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘു ഘടകങ്ങളായിരിക്കും. അപ്പൊ എൻസൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മെഷീനൊന്നുമല്ല അല്ലെ, ഒരു യന്ത്രമാണോ ആണോ പ്രവർത്തിക്കുന്ന അല്ലെ. അതെന്താണ്? ഒരു രാസിക ദഹനമാണ്. ഇനി നമുക്ക് അയവിറക്കലിന് പിന്നില് ഇപ്പൊ യാന്ത്രിക ദഹനം നടക്കുന്ന വായു, പല്ല്, നാവ് ഇതൊക്കെ നമുക്ക് പറയാം അല്ലെ. ഇതൊക്കെ എന്താണ്? ഒരു യാന്ത്രിക ദഹനങ്ങളാണ് അല്ലെ. ഇനി അയവിറക്കലിന് പിന്നില് വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായിട്ട് ചവയ്ക്കും അല്ലെ. അവര് നമ്മളെ കണ്ടിട്ടുണ്ടാവും, ഈ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിയാലും എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരിങ്ങനെ ഉച്ച സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ ഉറങ്ങുന്നുണ്ടാവും അല്ലെ. അപ്പോഴിങ്ങനെ വായ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ ചവച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലെ. ഇവിടെ ആമാശയത്തിന് 4 അറകളുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പശുവിന്റെ ഹൃദയത്തിലെ ആമാശയത്തിന് അറകൾ എത്രയാണ്? പശുവിന് 4 അറകൾ. പഠിക്കണം. അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ട് എഴുതിയിട്ട് അയ്യോ തെറ്റിയല്ലോ ഞാൻ പഠിച്ച് റിവിഷൻ ചെയ്യണം. റിവിഷൻ തന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യണം. അല്ലാതെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെസൺ പഠിച്ചു അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ല അതുമില്ല ഏതും ഇല്ലാത്ത അവസ്ഥയാണ്. ഉള്ളത് തരുന്നത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ആമാശയത്തിന് എത്ര അറകളാണ്? 4 അറകളാണ്. ഏതൊക്കെയാണ്? 1 റൂമൻ, 2 റെറ്റിക്കുലം, 3 ഒമാസം, 4 അപോമാസം എന്നിവയാണ് ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലും ഉള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരിക്കുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താ നോക്കുക. നമ്മുടെ പശുവിൻ്റെ ഇത് തന്നിട്ടുണ്ട്. പശുവിന് എത്ര അറകളാണെന്ന് പറഞ്ഞത്? 4 അറകളാണ് എന്ന് പറഞ്ഞു അല്ലേ. ആ 4 അറകളിലാണ് ഒന്നാമത്തതാണ് റൂമൻ. എന്താണ്? റൂമൻ. ആ റൂമൻ അറകൾ കണ്ടോ? ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. റൂമൻ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് ഏതാണ്? റെറ്റിക്കുലം. നാളെ ചോദ്യം വരാം. പശുവിലെ താഴെ തന്നിട്ടുള്ളതിൽ പശുവിലെ 4 അറകളിൽ വരാത്തത് ഏത് എന്ന് ചോദിക്കാം. 4 അറകൾ ചിലപ്പോൾ ചോദിക്കാം, അങ്ങനെ വരില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം? താഴെ തന്നിട്ടുള്ളതിൽ പശുക്കളിൽ അറകളിൽ വരാത്തത് ഏത് എന്ന് ചോദിക്കാം അല്ലേ. അപ്പൊ പഠിക്കണം. 1 ഏതാണ്? റൂമൻ ആണ് കേട്ടോ. 1 റൂമൻ ആണ്. 2 റെറ്റിക്കുലമാണ്. കണ്ടു അല്ലെ, തന്നിട്ടുണ്ട് അല്ലെ. റെറ്റിക്കുലം ഇവിടെ തന്നിട്ടുണ്ട്. റെറ്റിക്കുലം. 3 ഏതാണ്? ഒമാസമാണ് അല്ലെ. ഒമാസമാണ്. 4 ഏതാണ്? അപോമാസമാണ്. പഠിക്കാൻ എളുപ്പമാണ്. റാ വരുന്ന 2 എണ്ണം റൂമനും റെറ്റിക്കുലവും. മനസ്സിലായോ? 1 റൂമൻ, 2 റെറ്റിക്കുലം. റാ വരുന്നത്. ഇനി 2 മാസങ്ങളാണ് അല്ലെ. 1 ഒമാസവും അപോമാസവും. മനസ്സിലായോ? ഒമാസവും
പൗർണമിയും എന്താണ് അമാവാസിയും പറയുന്ന പോലെയായി അല്ലേ? ഒമാസവും അഭോമാസവും. മനസ്സിലായോ? റെറ്റിക്കുലം, റൂമൻ, റൂമൻ റെറ്റിക്കുലം, റൂമൻ റെറ്റിക്കുലം, റാ വരുന്ന രണ്ടെണ്ണം. ഒമാസവും അഭോമാസവും പഠിച്ചല്ലോ. ഇനി ഇത് 4 അറകൾ പഠിച്ചു. 4 അറ പഠിച്ചു. ഈ 4 ഏതാണെന്ന് ഇവിടെയും പഠിച്ചല്ലോ. ഇനി ഇതെവിടെ ഒന്ന് നോക്കിക്കോ. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ എവിടെയാണ്? റൂമനിലും. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ ഏതറയിലാണ്? റൂമനിലാണ് കേട്ടോ. റൂമനിലും റെറ്റിക്കുലത്തിലും ഉള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പൊ ഈ നമ്മുടെ പശു ആഹാരം കഴിക്കില്ലേ? ആഹാരം കഴിക്കുമ്പോൾ അതിൽ സെല്ലുലോസും ഹെമി സെല്ലുലോസും ഉണ്ടാകും അല്ലേ? ഈ സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും ഈ പശുവിന്റെ അറകളായിട്ടുള്ള റൂമനും റെറ്റിക്കുലവും എന്ത് ചെയ്യും? അതിൽ രണ്ടിലുമുള്ള എന്താണ്? എൻസൈമുകൾ ഉണ്ടാകും അല്ലേ? ആ എൻസൈമുകൾ എന്ത് ചെയ്യും? എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു കേട്ടോ. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരിക്കുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. അങ്ങനെ അത് വീണ്ടും അവിടെ വായി ചവച്ചരിച്ച് ദഹന പ്രക്രിയ അവിടെ ചെയ്യാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 4 അറകള്: റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അഭോമാസം. റെറ്റിക്കുലത്തിലും റൂമനിലും നടക്കുന്നതാണ് എൻസൈമുകളാണ് സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും വിഘടിപ്പിക്കുന്നത്. പഠിച്ചു വെച്ചല്ലോ. ഇനി വായിൽ നോക്കാം. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരിക്കാനും സഹായിക്കുന്നു. ചവച്ചരിക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നു. ചവച്ചരിക്കൽ പ്രക്രിയയിൽ സഹായിക്കുന്നത് നമ്മുടെ നാക്ക് വേണം അല്ലേ? ഉമിനീര് വേണം. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ബാഹ്യഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ആന്തരഘടനയിൽ പല്ലുകൾക്ക് സാമ്യതകളുണ്ട്. പല്ലിന്റെ ഘടന വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോ. ഈ അടുത്ത് നടന്ന എക്സാമിനൊക്കെ ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനാമൽ, നമ്മുടെ പല്ലിന്റെ ഘടന നോക്കാം. ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഇങ്ങനെയായിരിക്കും ഞാൻ നാളെ ചോദ്യങ്ങൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ തരും. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോയിന്റുകൾ എടുത്തെടുത്ത് തരും. അങ്ങനെ മതിയോ എങ്കിൽ ക്ലാസ്സുകൾ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ എങ്കിൽ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പൊ നാളെ ഇടാൻ പോകുന്ന ഞങ്ങൾക്ക് ഒരു രൂപം പറഞ്ഞു തരാമല്ലോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഹൈഫൺ ഇട്ടുണ്ടാവും. നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യണം. കേൾക്കുന്നുണ്ടോ? ഇനാമൽ. ഓക്കെ. അതേപോലെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏത്? അങ്ങനെ ക്വസ്റ്റ്യൻ തരും കേട്ടോ. ഡെന്റൈൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നത്. ഈ കല ഏത് കലയാണെന്ന് നോക്കണേ. പൾപ്പ് എന്ന മൃദുവായ യോജക കല. മൃദുവായ യോജക കല കാണപ്പെടുന്നു. രക്തക്കൊയിലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. നാളെ ക്വസ്റ്റ്യൻ വരും. പല്ലിന്റെ ഘടനയായ പൾപ്പ് ക്യാവിറ്റിയെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? പല്ലിന്റെ ഏറ്റവും ബാഹ്യഭാഗമാണ്. ചോദ്യം വരും. വേഗം എഴുതും അല്ലേ? പല്ലിന്റെ ബാഹ്യഭാഗമാണോ? അല്ല, ആന്തരഭാഗമാണ്. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. അതുപോലെ പൾപ്പ് എന്ന ദൃഢമായ യോജക കലകൾ കാണപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ വരും. ദൃഢമാണോ? അല്ല, മൃദുവാണ്. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു. രക്തക്കൊഴലുകൾ കാണപ്പെടുന്നില്ല. ചോദ്യം വരും. ആണോ? കാണപ്പെടുന്നുണ്ട് അല്ലേ? രക്തക്കൊഴലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ചിലപ്പോൾ നാളെ ഒരു ക്വസ്റ്റ്യൻ വരാം. പല്ലിന്റെ ഘടനയിൽ ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് പല്ലിന്റെ ഏതു ഭാഗത്താണ് എന്ന് ചോദിക്കാം. ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് പല്ലിന്റെ എവിടെയാണ്? ഇനാമലിലാണോ? ഡെന്റൈൻ ആണോ? സിമന്റത്തിലാണോ? പൾപ്പ് ക്യാവിറ്റിയിലാണോ? ചോദ്യം വരും. പൾപ്പ് ക്യാവിറ്റിയിലാണ് ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത്. ഇനി സിമന്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു കല്ല് വെക്കണമെങ്കിൽ ഒരു സിമന്റ് ഇടണം അല്ലേ? സിമന്റ് ഇട്ടാലേ കല്ല് ഉറച്ചു നിൽക്കുള്ളൂ. അതേ കണക്കാക്കിയാൽ മതി. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ്. അപ്പൊ പല്ലിന്റെ ഘടനയിൽ അവിടെ ദന്തമകുടം തന്നിട്ടുണ്ട്, ദന്തഗളം തന്നിട്ടുണ്ട്, ദന്തമൂലങ്ങളൊക്കെ നോക്കുക.
പല്ലിന്റെ ഘടന ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിന്റെ പുറം കവചമാണ്. പല്ലിന്റെ പുറം കവചമാണ്. പഠിച്ചോളണം. പല്ലിന്റെ പുറം കവചമാണ്. നിർജീവമാണ്. ഡെന്റേറ്റ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. മൃദുവാണ്. യോജക കല കാണപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകള്, നാഡികള്, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. നെക്സ്റ്റ് ആമാശയം. നമ്മൾ അങ്ങനെ പശുവിന്റെ കാര്യങ്ങൾ പഠിച്ചു, പല്ലിന്റെ കാര്യങ്ങൾ പഠിച്ചു, ഹൈഡ്രയുടെ കാര്യം പഠിച്ചു, അമീബയുടെ കാര്യം പഠിച്ചു, ഫുഡ് പ്ലേറ്റിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് സ്റ്റൊമക്കിനെ കുറിച്ച് നോക്കാം. പെരിസ്റ്റാൾസിസും വലയപേശി. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ഓക്കെ, ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. ആഹാരത്തെ പിവയ്ക്കുവാണ്. ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേക തരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തില് ആഹാരത്തെ, ഇപ്പൊ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഉച്ചക്കിലാണ് കഴിക്കുന്നത് അല്ലേ. ഇപ്പൊ രാവിലെ കഴിച്ചു, അപ്പൊ തന്നെ അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ നമുക്ക് വീണ്ടും ആഹാരം കഴിക്കേണ്ടി വരും അല്ലേ. അപ്പൊ ആഹാരത്തെ ഒരു മതിയായ സമയം നമ്മുടെ ആമാശയത്തിൽ നിലനിർത്തുന്നത് ഏതാണ്? വലയപേശിയാണ്. വലയപേശി ആമാശയത്തിന്റെ അവസാന ഭാഗത്ത് പ്രത്യേകതരം വലയപേശി. ചോദ്യം വരും, മിനുസപേശിയാണോ വലയപേശിയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ വലയപേശിയാണ് ആഹാരത്തെ മതിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ആഹാരത്തെ പിടിച്ചു നിർത്തുന്നത്. പെരിസ്റ്റാൾസിസ് ആണ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലും ആക്കുന്നത്. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ നോക്കാം. ചെറുകുടല്, പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ പെരിസ്റ്റാൾസിസും സെഗ്മെന്റേഷൻ ഒക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലാണ്. വരും ക്വസ്റ്റ്യൻ വരും അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നു. അപ്പൊ പെരിസ്റ്റാൾസിസ് കാണപ്പെടുന്നതും സെഗ്മെന്റേഷൻ കാണപ്പെടുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഇനി വിഴുങ്ങൽ പ്രക്രിയ നോക്കാം. വിഴുങ്ങുമ്പോൾ ആഹാരം എന്തുകൊണ്ടാണ് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാത്തത്? ഓർമ്മയുണ്ടോ? ഈ അടുത്ത് നടന്ന ഏതാണ്? സെക്രട്ടേറിയറ്റ് ഓയാണോ? സെക്രട്ടേറിയറ്റ് ഓയ്ക്കാണോ? ഏതോ ഒരു എക്സാമിന്, ഈ അടുത്ത് നടന്ന എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് നോക്കാം. വിശകലനം ചെയ്ത് എപ്പിഗ്ലോട്ടിസ്, ചെറുനാക്ക് എന്നിവയുടെ സ്ഥാനവും പ്രവർത്തനവും തിരിച്ചറിയാൻ വിഴുങ്ങൽ പ്രക്രിയയെ പറ്റി ധാരണ കൈവരിക്കൂ. ഇവിടെ ഭക്ഷണം തന്നിട്ടുണ്ട്, നാക്കിന്റെ ഘടന തന്നിട്ടുണ്ട്, അണ്ണാക്ക്, ചെറുനാക്ക്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ്, അന്നനാളം, ശ്വാസനാളം ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. നാക്ക് ആഹാരത്തെ എന്ത് ചെയ്യുന്നു? അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ആര്? നാക്ക്. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാട്ടോ. നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ കൊണ്ടുവന്നേ. നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾ അതിനെ നിങ്ങളുടെ വായിലേക്ക് ഇടുന്നു. കണക്കാക്കിയോ? നാക്ക് എന്ത് ചെയ്യും? ആ ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തിയിട്ട് ഉരുളകളാക്കുന്നു. മനസ്സിലായത്? പിക്ചർ കണ്ടോ? അണ്ണാക്ക് ഉരുളകളാക്കുന്നത് മനസ്സിൽ കണ്ടോ? ഇനി ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യാണ്? ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കും. നാക്കിന്റെ പിൻഭാഗം നമ്മുടെ നാക്കില്ലേ, അതിന്റെ അടിഭാഗമില്ലേ, അതിന്റെ ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. കണ്ടോ? ഏതിലൂടെയാണ്? എപ്പിഗ്ലോട്ടിസ്. ആൻസർ ചോദ്യം വന്നത് ഓർമ്മയുണ്ടോ? എപ്പിഗ്ലോട്ടിസിന്റെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അതുകൊണ്ടാണ് വിഴുങ്ങുമ്പോൾ ആഹാരം എന്ത് ചെയ്യുന്നത്? ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാത്തത്. അപ്പൊ വിഴുങ്ങുമ്പോൾ നമ്മുടെ ആഹാരം, നമ്മൾ പറയാറില്ലേ, ശ്വാസം അടയ്ക്കും, ശ്വാസനാളത്തിലേക്ക് കടക്കും, പെട്ടെന്ന് ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തലയിലേക്ക് ഇങ്ങനെ അടിക്കാറുണ്ട് അല്ലേ. അപ്പൊ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാണ്ട് ശ്വാസനാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ? അപ്പം അങ്ങോട്ട് പോകും, നമ്മുടെ കാറ്റ് പോകും അല്ലേ. അപ്പോൾ ആ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നത് എന്താണ്? എപ്പിഗ്ലോട്ടിസ് ആണ്. അതാണ് ചോദ്യം വന്നത്. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു.
ഇനി നമ്മുടെ വായ നോക്കാം. വായ, അന്നനാളം, ആമാശയം, ചെറുകുടല്, കരള്, പാൻക്രിയാസ്, വൻകുടല്. ഈ പിക്ചർ ഒന്ന് നോക്കിക്കോ. കാരണം നമുക്ക് വായിൽ എന്ത് നടക്കുന്നു, അന്നനാളത്തിൽ എന്ത് നടക്കുന്നു, ആമാശയത്തിൽ എന്ത് നടക്കുന്നു, ചെറുകുടലിൽ എന്ത് നടക്കുന്നു, കരളിൽ എന്താണ്, പാൻക്രിയാസിൽ എന്താണ്, വൻകുടലിൽ എന്താണ്. ഈ 3, 4, 5, 6, 7 7 ബോക്സിലെയും കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഇത് വെറുതെ ഇവിടെ വായിച്ചു വിട്ടത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഇതിന്റെ പിക്ചർ നിങ്ങളൊന്ന് നോക്കി വെക്കേട്ടോ. ഇതിന്റെ പിക്ചർ ഒന്ന് പോസ് ചെയ്തിട്ട് എന്താണ് വായില് എവിടെ ഇതാ അന്നനാളത്തിന്റെ പൊസിഷൻ എന്താണ് എന്ന് നോക്കുക. അതേപോലെ ആമാശയത്തിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആമാശയത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതേപോലെ പാൻക്രിയാസ് ഗ്രന്ഥികൾ ഇതാ ഈ പാൻക്രിയാസ് ഗ്രന്ഥികൾ ഇവിടെ കാണപ്പെടുന്നതിനെ കുറിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ചെറുകുടൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഭാഗത്ത് ചെറുകുടൽ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ രൂപമാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി പോകുന്നില്ലേ? ഇന്നവിടെ ഇന്ന ഭാഗങ്ങൾ അല്ലേ? അതേപോലെ വൻകുടൽ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത് എന്ന് പറയില്ലേ? ഓക്കെയാണോ? പിന്നെ പാൻക്രിയാസ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത്, കരള് ലിവർ കിടക്കുന്ന ഭാഗങ്ങള് ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ പിക്ചർ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇനി വായിൽ എന്താണ്, അന്നനാളത്തിൽ എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ വായിൽ നോക്കുക. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. അപ്പൊ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ എന്താണ് സലൈവറി അമിലേസ്. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇത് സലൈവറി അമിലേസ്. ഉമിനീർ ഗ്രന്ഥി പഠിക്കണേ. ഉമിനീർ ഗ്രന്ഥിയാണ് സലൈവറി അമിലേസ് കേട്ടോ. സലൈവറി അമിലേസ് ചോദ്യം വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സലൈവറി അമിലേസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയാണ് കേട്ടോ. അവരാണ് എന്ത് ചെയ്യുന്നത്? അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് കേട്ടോ. ഇനി അന്നനാളം നമുക്ക് നോക്കാം. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. പെരിസ്റ്റാൾസിസ് ആണ് ആഹാരത്തെ എവിടേക്ക് എത്തിക്കുന്നത്? ആമാശയത്തിലേക്ക് എത്തിക്കുന്നത്. ആഹാരം എവിടെ? ആമാശയത്തിൽ എത്തണം അല്ലേ? നിശ്ചിത സമയം അവിടെ നിൽക്കണം അല്ലേ? ആഹാരം ആമാശയത്തിൽ എത്തിക്കുന്നു. ആര്? പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? ഇവിടെ പഠിച്ചല്ലോ. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സലൈവറി അമിലേസ്. ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. ഇനി ആമാശയം നമുക്ക് നോക്കാം. സ്റ്റൊമക്കിനെ കുറിച്ച് പഠിക്കണം അല്ലേ? ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം നമ്മുടെ വയറിൽ അറിയാം. നമ്മളിപ്പോൾ മോർണിംഗ് എണിച്ചു, നമ്മൾ എണിക്കാൻ വൈകുന്തോറും ഭക്ഷണം കഴിക്കാൻ വൈകുന്തോറും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന ആസിഡ് ഉൽപ്പാദിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പുളിച്ചത് കെട്ടല് കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ പുളിച്ചത് കിട്ടുന്ന സമയത്തിന് ആ പുളിച്ചത് കെട്ടലിൽ കണ്ടിട്ടുണ്ട് ഒരു ആസിഡിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാകും അല്ലേ? ഉണ്ടാകും. അപ്പൊ അതാണ് നമ്മൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം ആവശ്യത്തിന് അല്ലേ? അനാവശ്യമായിട്ട് പാടില്ല. പിന്നെന്താണ്? അതൊക്കെ പിന്നീട് നമ്മുടെ വയറ്റിലെ പുണ്ണുകളും അൾസർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കാരണമായിട്ട് മാറും അല്ലേ? ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആമാശയ രസത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ആണ് ഏത്? ഹൈഡ്രോക്ലോറിക് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. കണ്ടോ? ആവശ്യത്തിന് വേണമല്ലേ നമ്മുടെ വയറ്റിലെ ആമാശയത്തില് കുറച്ച് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. അതെന്താണ്? ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നശിപ്പിക്കുന്നു. pH ക്രമീകരിക്കുന്നു. HCl എന്ത് ചെയ്യുന്നു? pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡില് നോക്കുക എന്തൊക്കെയാണ് pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളാണ് പെപ്സിൻ. ഇതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ആമാശയത്തിൽ കാണപ്പെടുന്നതാണ് പെപ്സിൻ അല്ലേ? പെപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പെപ്സിൻ ആണ് പ്രോട്ടീനുകളെ എന്ത് ചെയ്യുന്നത്? ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്. ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തിനെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ശ്ലേഷ്മം എന്ത് ചെയ്യുന്നുണ്ട്? ദഹനരസത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ
സംരക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. സലൈവറി അമിലേസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർഗ്രന്ഥിയാണ്. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. ആമാശയഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് രോഗാണുക്കളെ, ആഹാരത്തിലൂടെ എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നതും pH ക്രമീകരിക്കുന്നതും. പിന്നെ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പെപ്സിൻ ഈ ഇത് തന്നിരിക്കുന്ന മുഴുവൻ പ്രീവിയസ് ആണ് കേട്ടോ. പെപ്സിൻ ആണ് പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നത് ലിപ്പേസ് ആണ്. ശ്ലേഷ്മമാണ് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത്. ഇനി ചെറുകുടലിനെ കുറിച്ച് നോക്കാം. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവ ആക്കുന്നു. പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, പ്രോട്ടീസുകളാണ് കേട്ടോ. പ്രോട്ടീസുകൾ ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീസുകളാണ് പ്രോട്ടീനുകളെ എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡുകൾ ആക്കുന്നത്. അമിനോ ആസിഡ് ആക്കുന്നത്. പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. ലഘുപോഷക ഘടകങ്ങൾ ജലം, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായിട്ടും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലഘുപോഷക ഘടകങ്ങൾ ജലം, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായി നടക്കുന്നത് വൻകുടലിൽ നിന്നൊക്കെ തരും ഓപ്ഷൻ ചെറുകുടലിൽ വെച്ചിട്ടാണ് കേട്ടോ. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എവിടെ എത്തും? ചെറുകുടലിൽ എത്തും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്? ഇൻഡസ്റ്റൈനൽ ജ്യൂസ് കേട്ടോ. അപ്പൊ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകുടലാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാകും? ആ ഇൻഡസ്റ്റൈനൽ ജ്യൂസില് വിവിധ തരം കാർബോഹൈഡ്രേറ്റ്സുകൾ ഉണ്ടാകും. അത് എന്ത് ചെയ്യും? അത് ഭയങ്കര ഹാർഡ് ആയിരിക്കും. ഓക്കെ, ആ കാർബോഹൈഡ്രേറ്റുകളെ എന്ത് ചെയ്യണം? ലഘുഘടകങ്ങളാക്കണം അല്ലെ. അത് ഏത് ആയിരിക്കും ലഘുഘടകങ്ങളാക്കുക? ഗ്ലൂക്കോസ് രൂപത്തിലും ഫ്രക്ടോസ് രൂപത്തിലും ഗാലക്ടോസ് രൂപത്തിലൊക്കെ ആക്കും. ഓക്കെ, പ്രോട്ടീസുകൾ എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. ഓക്കെ, പ്രോട്ടീസുകളാണ് പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നത്. ഓക്കെ, അവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞത് പെപ്സിൻ അല്ലെ. പെപ്സിൻ ആണ് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് എന്ത് ചെയ്യുന്നത്? ദഹിപ്പിക്കുന്നത്. അവിടെ തെറ്റാൻ പാടില്ല കേട്ടോ. പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഇവിടെ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നു. അതവിടെ ശ്രദ്ധിക്കണം. ഇനി ലിവർ നോക്കാം. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. അപ്പൊ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് കേട്ടോ. കരളാണ് എന്ത് ചെയ്യുന്നത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. കരളാണ് എന്ത് ചെയ്യുന്നത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതാ പിത്തരസത്തിൽ എൻസൈം ഉണ്ടോ? എൻസൈം ഇല്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇതെവിടേക്ക് എത്തുന്നത്? പിത്തരസം പക്വാശയത്തിൽ അല്ലെ. പക്വാശയത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെയൊക്കെ ചെറു കണികകളാക്കുന്നു, pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാണ്? പിത്തരസം. പിത്തരസത്തിൽ എന്തില്ല? എൻസൈം ഇല്ല. ഈ എൻസൈം ഇല്ല അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ പിത്തരസം പക്വാശയത്തിൽ എത്തിയിട്ട് കൊഴുപ്പിനെയൊക്കെ ചെറു കണികകളാക്കും, എന്നിട്ട് pH ഒക്കെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇനി പാൻക്രിയാസ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് നോക്കാം. പാൻക്രിയാറ്റിക് ജ്യൂസ്, അതായത് ഇതൊക്കെ നമ്മുടെ ശരീരഘടനയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ ഇപ്പൊ പഠിക്കുന്നത് അല്ലെ. വായിൽ എന്ത് നടക്കുന്നു, ആമാശയത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഓരോന്ന് ചെറുകുടലിൽ എന്താണ്, നമ്മുടെ കരളിൽ എന്താണ് പാൻക്രിയാസ് നടക്കുന്നത്, എന്താണ് വൻകുടലിൽ നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ. പാൻക്രിയാസ് ആണ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പാൻക്രിയാറ്റിക് അമിലേസ് അല്ലെ. അമിലേസ്
എന്ത് ചെയ്യുന്നു? അന്നജത്തെ എന്ത് ചെയ്യുന്നു? ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ ട്ടോ, പാൻക്രിയാസിൽ ട്ടോ. ട്രിപ്സിൻ ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്. ലിപ്പേസ് എന്ത് ചെയ്യുന്നു? ലിപ്പേസ് കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു ട്ടോ. നമ്മൾ അവിടെ എന്താ പഠിച്ചത്? പെപ്സിൻ ആണ് പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ പാൻക്രിയാസിൽ വന്നപ്പോ എന്താ? ട്രിപ്സിൻ ആണ് പ്രോട്ടീനുകളെ എന്ത് ചെയ്യുന്നത്? ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞത് പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഇവിടെ പാൻക്രിയാസില് ട്രിപ്സിൻ ആണ് പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ലിപ്പേസ് തന്നെയാണ് ഇവിടെയും അവിടെയും ഒക്കെ എന്ത് ചെയ്യുന്നത്? കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ഇവിടെ ആക്കുന്നുണ്ട് കേട്ടോ. ഇനി വൻകുടൽ നോക്കാം. ദഹന വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ ആകുന്നു. നമ്മൾ പറഞ്ഞു നമ്മുടെ വായിലൂടെ എത്തുന്നു, അന്നനാളത്തിൽ എത്തുന്നു, ശ്വാസനാളത്തിലേക്ക് കടക്കാതെ എപ്പിഗ്ലോട്ടിസ് അവിടെ അതിനെ തടയുന്നു. അങ്ങനെ എത്തി നമ്മുടെ ചെറുകുടലിലെത്തി ലഘു പോഷക ഘടകങ്ങളും ജലവും വിറ്റമിനും ധാതുക്കളും ഒക്കെ ആഗിരണം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി അഥവാ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ദഹന വിധേയമായിട്ടില്ല എന്ന് വെക്കാം, ആ ആഹാര പദാർത്ഥങ്ങൾ എവിടെ എത്തും? വൻകുടലിൽ എത്തും. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൻകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ. ചിലപ്പോൾ ചോദിക്കാം വൈറ്റമിൻ കെയും ബിയും ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകുടല് വൻകുടല് എന്നൊക്കെ തരും. വൻകുടലിൽ വെച്ചിട്ടാണ് കേട്ടോ. കുടൽ നമ്മൾ അങ്ങനെയാണ് കണക്ട് ചെയ്യുക അല്ലെ. കുടലിൽ കെ കണക്കാക്കും. കെയും ബിയും ഉണ്ട് കേട്ടോ. കെയും ബി കോംപ്ലക്സ് എന്നിവ വൻകുടലിൽ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. ഓക്കെയാണോ? അപ്പൊ നമ്മളിന്ന് ഇതിനെ കുറച്ചു, കാരണം ഇപ്പൊ തന്നെ 45 minutes ആയി ക്ലാസ്. കണ്ടോ, ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ബാലൻസ് എന്ത് ചെയ്യണം? നമുക്ക് ഇനി ക്ലാസ്സുകൾ വരാണ്ട് പ്രീവിയസ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ ഇത്ര നേരം എടുത്തതിൽ നിന്ന് തന്നെ ഈ അടുത്ത് നടന്ന എക്സാമിന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ബാലൻസ് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഞാൻ ചോദിച്ചതിന് ഫസ്റ്റ് ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിച്ചതിന് താഴെ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയുന്നതാണ് കേട്ടോ. ഇപ്പൊ എങ്ങനെയാണ്? ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പൊ കേരള ഹിസ്റ്ററി എടുത്തു. ഇപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് അല്ലെ, അത് നമുക്കറിയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ആരാണ്? ഓക്കെ. വൈക്കം സത്യാഗ്രഹം അത് എന്തിനു വേണ്ടി നടന്നു? ഓക്കെ. അത് അങ്ങനെ വൺ വേർഡ് അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാതും കെമിസ്ട്രിയും ജോഗ്രഫിയും നദികളിലും ഒക്കെ എന്തൊക്കെ പ്രീവിയസ് ആയിട്ട് എല്ലാ പ്രീവിയസ് 2021 മുതൽ 25 വരെ PSC എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ 2025 വരെ നിങ്ങൾക്ക് എക്സാം നടക്കുന്നവരെ ഉണ്ടാവും കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ്സുകൾ തരിക. എന്തൊക്കെ ഉൾപ്പെടുത്തി? പുതിയ SSCRT ന്യൂയിലും അതുപോലെ ഓൾഡിലും ഒക്കെ എന്തൊക്കെ ചോദിച്ചു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. അങ്ങനെ ഡെഡിക്കേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ തരും കേട്ടോ. എവിടെയും മാറ്റുന്നത് എന്താ പറയാ, സ്കിപ്പ് ആകാതെ പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഡെമോ ഇടാം, ഞാൻ ഒരു ക്ലാസ് തരാം, നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കൊണ്ട് നോക്കാം കേട്ടോ. എന്നിട്ട് താഴെ കമന്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.